ഈ നാട്ടിൽ എന്തുടായ്പ് കാണിച്ചാൽ ക്ഷമിക്കും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടാൽ അവരിതുപോലെ ഞെട്ടും. മണലാരണ്യത്തിലും മഞ്ഞിലും മനസ്സും ശരീരവും കളഞ്ഞു ജോലിയെടുക്കാൻ അവർ നമ്മളെ സന്തോഷത്തോടെ യാത്രയാക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പോയാൽ തന്തയ്ക്ക് വിളിക്കും. കാരണം അതെല്ലാം അവർക്ക് റിസ്ക് ആണ്. എന്താണ് യഥാർത്ഥ റിസ്ക്? ജീവിതത്തിൽ ഒരു റിസ്ക്കും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് റിസ്കി. അതെ, സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണ്. റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ കൃത്യമായി പിന്തുടരുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഒരു ദിവസം നിങ്ങൾ കുറച്ച് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വണ്ടി എടുത്ത് റോഡിലൂടെ ഓടിച്ചാൽ എന്ത് സംഭവിക്കും? വണ്ടി ഇടിക്കും. ഇനി നിങ്ങൾക്ക് നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാം. ഒരു ദിവസം നിങ്ങൾ കണ്ണടച്ച് വണ്ടി ഓടിക്കുക, എന്ത് സംഭവിക്കും? അപ്പോഴും വണ്ടി ഇടിക്കും. സോ റിസ്ക് എടുക്കണം, പക്ഷേ വിവേകത്തോടെ എടുക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പഠിക്കുക, ഏറ്റവും വിശദമായി മനസ്സിലാക്കുക. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നതിന് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ജയിച്ചു. എങ്ങനെ നഷ്ടം സംഭവിക്കാതെ മുൻപോട്ട് പോകണം? റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് തുടങ്ങിയ പരിപാടികൾ അവിടെയാണ് കടന്നു വരുന്നത്. മറ്റെല്ലാ ഹൈ പേയിങ് ജോബിനെ പോലെയും ഇവിടെയും അപ്ഡേഷൻ ഏറ്റവും അത്യാവശ്യമാണ്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആണെങ്കിലും ഈ വീഡിയോ കൊണ്ടോ മറ്റ് പല വീഡിയോ കൊണ്ടോ നമ്മുടെ മാതാപിതാക്കളുടെയും കുറച്ച് പഴയ ആളുകളുടെയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള വീക്ഷണം മാറും എന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന സ്വപ്നം ഉപേക്ഷിച്ച് മറ്റു ജോലികളിലേക്ക് തിരിയേണ്ടി വരുന്നവരുടെ എണ്ണം വിരളമല്ല. ഇതിലെ നഷ്ടം എന്നൊരു കാര്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് തുടക്കക്കാരെന്ന നിലയിൽ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേ മതിയാകും. ഈ നഷ്ടത്തെ പെരുപ്പിച്ച് കാണിച്ച് അവരുടെ ആത്മവിശ്വാസവും അവരുടെ കഴിവും നശിപ്പിക്കാതിരിക്കുക. പഠിക്കാൻ അവർ തയ്യാറാണെങ്കിൽ, ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താണ് പ്രശ്നം? ഈ അറിവ് സമ്പാദിക്കുന്ന സമയത്ത് തന്നെ അവരെ തകർക്കാനും തളർത്താനും നിന്നാൽ അവർക്കുണ്ടാവാൻ പോകുന്ന ഒരു വലിയ ഭാവിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നശിപ്പിക്കുന്നത്. നോ ദ റിസ്ക്, ടേക്ക് ദ റിസ്ക്, ബീറ്റ് ദ റിസ്ക്.